ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരുപാട് ബഹുമാനവും ഇഷ്ടവും ആദരവും എല്ലാം തോന്നും. അവരുടെ പേഴ്സണാലിറ്റി അത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കും. അവരൊരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരവിടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരിക്കും. ഫങ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ സച്ച് എ നൈസ് മാൻ അല്ലെങ്കിൽ ഷീ ഈസ് സച്ച് എ നൈസ് വുമൺ. അവരവരുടെ പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടും അതിന് കോട്ടം തട്ടുന്ന ശീലങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ടും കൂടിയാണ് അവർക്ക് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത്. അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ചില മൈക്രോ ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള 7 മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. നമ്പർ 1, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അതിൽ ശരിക്കും ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ലുക്കിലൂടെയാണ് ആളുകൾ നമ്മൾ ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നല്ലൊരു ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യണം, നല്ലൊരു ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യണം. കൂടുതൽ വിലപിടിപ്പുള്ള ഡ്രസ്സും ആക്സസറീസും അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ചെയ്തും ഇങ്ങനെയൊന്നും നടക്കണം എന്നല്ല. ഡ്രസ്സിങ് നീറ്റായിരിക്കണം, വീട്ടിനകത്തായാലും പുറത്തായാലും നീറ്റായിരിക്കണം. പുറത്ത് പോകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ കൂതറ ലുക്കിൽ. അതൊരു തരം അഭിനയമാണ്. നമ്മൾ നല്ലതാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ മുമ്പിലും അഭിനയിക്കുകയാണ്. അതിൽ കാര്യമില്ല, നമ്മൾ നല്ലതായി മാറുകയാണ് വേണ്ടത്. ഒരു മൈൽഡ് പെർഫ്യൂം നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. ഒരേ ഫ്രാഗ്രൻസ് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു യുണീക്ക് ഐഡൻറ്റിറ്റി വരും. സെക്കൻഡ് തിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ പറഞ്ഞ സാധനം മുമ്പ് എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ഇനി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കരുതിയതും അല്ലായിരുന്നു. പക്ഷേ ആയിക്കോട്ടെ, എനിക്ക് പറ്റി, അപ്പോൾ നിങ്ങൾക്കും പറ്റും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സംസാരിക്കുമ്പോൾ പ്ലസൻറ്റ് ഫേസ് ആയിരിക്കണം. അതുപോലെ ഐ കോണ്ടാക്ട്, ഇറ്റ് ഹാസ് എ മാജിക്കൽ പവർ. ഐ കോണ്ടാക്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾ നിങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും. അവരത് കാണിക്കുകയും ചെയ്യും, നിങ്ങൾക്കത് ഫീൽ ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കിങ്ങിനേക്കാളും ഇമ്പോർട്ടൻസ് ലിസണിങ്ങിനാണ്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കാം, ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാതെ കാമായി സാവധാനത്തിൽ സംസാരിക്കുന്നതും നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് പേഴ്സണാക്കി മാറ്റും. തേർഡ് വൺ, ഇറ്റ്സ് അബൌട്ട് യുവർ ക്യാരക്ടർ. എക്സ്റ്റേണൽ അപ്പിയറൻസിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇന്നർ വ്യൂ. അതായത് നമുക്ക് ചില മൂല്യങ്ങൾ വേണം ലൈഫിൽ ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയണം, പാലിക്കാൻ കഴിയാത്ത വാക്ക് പറയാനും നിൽക്കരുത്. നമ്മുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടി കളവ് പറയുക, വഞ്ചിക്കുക, ഇതൊക്കെ പാടെ ഒഴിവാക്കണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു മതിപ്പുണ്ടാവും, കൂടാതെ മറ്റുള്ളവർക്കും. ഇനി ഫോർത്ത് വൺ, ഗോസിപ്പ് പറയാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെട്ട് അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പരസ്പരം പറഞ്ഞ് പരിഹസിച്ച് നടക്കാതിരിക്കുക. ഇത് നിങ്ങളെ കൂടുതലൊരു സ്റ്റാൻഡേർഡ് ക്യാരക്ടറാക്കി മാറ്റും. ഫിഫ്ത്ത് വൺ, കോൺഫിഡൻസ് തന്നെയാണ്. എപ്പോഴും പോസിറ്റീവ് മനോഭാവം കൊണ്ടു നടക്കുക. ഏതൊരു കാര്യത്തിനും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും. സോ അതിൻ്റെ പോസിറ്റീവിലേക്ക് കൂടുതൽ ഫോക്കസ് ആവുക. കൂടാതെ നമ്മുടെ അപ്പിയറൻസിൽ ആ കോൺഫിഡൻസ് തോന്നിക്കാനായിട്ട് കുനിഞ്ഞ് നടക്കാതെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അല്ല, ഒരു നല്ല ബോഡി പോസ്ചർ കീപ്പ് ചെയ്യുക. സിക്സ്ത് വൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് യുവർ കംപ്ലൈൻറ്റ്സ് ആൻഡ് ഡിമാൻഡ്സ് എന്നാണ്. സ്വയം പരാതി പറയുന്നത് നിർത്തി. ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഇറ്റ്സ് ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുക. സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മറ്റുള്ളവരോടും കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ നിർത്തുക. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് മറ്റുള്ളവരോട് ഇന്ന കാര്യം ചെയ്യണം, നീ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ളവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നത് നിർത്തണം. അത് നിർത്തിയില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ അവരിൽ നിന്ന് കൂടുതലായി പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷിക്കുന്ന പോലെയുള്ളൊരു കാര്യം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ നിരാശരാക്കും. അതിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രതികരണം നമ്മുടെ ചുറ്റുള്ളവരെയും ബാധിക്കും. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് അത്ര നല്ലതല്ല. ഇനി ഏഴാമത്തെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നൊരു വ്യക്തി ആയിരുന്നിട്ടും സ്വയം മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നിട്ടും സ്വയം മാറ്റത്തിന് അനുവദിക്കാതിരിക്കരുത്. സ്വയം മാറ്റത്തിന് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല. നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക, പുതിയ മൈക്രോ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക, ജേർണലിങ്, റൊട്ടീൻഡ് ആയിട്ടുള്ള ലൈഫ്, മിനിമലിസം തുടങ്ങിയ പോസിറ്റീവായ കൂടുതൽ കാര്യങ്ങൾ ലൈഫിലേക്ക് ബോധപൂർവം കൊണ്ടുവരാൻ ശ്രമിക്കുക.